മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരദമ്പതികളായ പ്രിയദർശനും ലിസിയും നീണ്ട 10 വർഷത്തെ വേർപിരിയലിന് ശേഷം വീണ്ടും ഒരുമിക്കുന്നുവെന്ന വാർത്ത മാസങ്ങൾക്ക് മുന്നേ പുറത്തുവന്നിരുന്നു. സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ആവേശത്തിലാഴ്ത്തിയ ഈ ഒന്നാകൽ സത്യത്തിൽ താരദമ്പതികളുടെ മക്കളുടെയും മരുമകളുടെയും പരിശ്രമത്തിന്റെ ഫലമാണ്. വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടങ്ങൾക്കും വിവാഹമോചനത്തിനും ഒടുവിൽ 10 വർഷത്തോളം പിന്നിട്ട ശേഷമാണ് ഇരുവരും വീണ്ടും ഒരുമിച്ച് താമസിക്കുവാൻ തീരുമാനിച്ചത്. അതിനിടയിൽ വിവാഹമോചനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതിന് ശേഷം ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഇവർ പരസ്പരം വേദനിപ്പിച്ചിരുന്നില്ല. പ്രിയദർശൻ തങ്ങളുടെ ഒന്നാകൽ സ്ഥിരീകരിച്ചപ്പോൾ ആരാധകർ തേടിയത് ലിസിയുടെ കഴുത്തിൽ പ്രിയദർശൻ വീണ്ടും താലി കെട്ടുന്നത് കാണുവാൻ ഭാഗ്യമുണ്ടാകുമോ എന്നാണ്. അക്കാര്യത്തിലും ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. ഈ ഒത്തുചേരലിനു പിന്നിൽ മക്കളായ നടി കല്യാണി പ്രിയദർശന്റെയും മകൻ സിദ്ധാർത്ഥിന്റെയും നിരന്തരമായ പരിശ്രമങ്ങളും ആഗ്രഹവും ഉണ്ടായിരുന്നു. മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മാതാപിതാക്കൾ പഴയ പിണക്കങ്ങൾ മറന്ന് ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചത്. എന്നാൽ തൽക്കാലം വീണ്ടും ഒരു വിവാഹത്തിന് ഇരുവരും പദ്ധതിയിട്ടിട്ടില്ല. വിവാഹം എന്നത് വെറും ഒരു കടലാസ് രേഖ മാത്രമാണെന്നും സൗഹൃദത്തിനും സ്നേഹത്തിനുമാണ് തങ്ങളിപ്പോൾ മുൻഗണന നൽകുന്നത് എന്നുമാണ് പ്രിയദർശൻ വ്യക്തമാക്കിയത്. ജനുവരിയിൽ സംവിധായകൻ സിബി മലയിലിന്റെ മകന്റെ വിവാഹത്തിന് ഇരുവരും ഒരുമിച്ചെത്തിയതോടെയാണ് ഇരുവരും ഒന്നാകുന്നുവെന്ന ചർച്ചകൾ സജീവമായത്. വർഷങ്ങൾക്ക് ശേഷം ഇരുവരും കൈകോർത്ത് പൊതുവേദിയിലെത്തിയത് ആരാധകർക്കും സഹപ്രവർത്തകർക്കും വലിയ സന്തോഷമാണ് നൽകിയത്. തുടർന്ന് ലിസിയുടെ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ഇവരുടെ മടങ്ങിവരവ് ഉറപ്പിക്കുകയായിരുന്നു. നിയമപരമായി വിവാഹമോചനം നേടിയതിനാൽ ഇനി ഇവർ ലിവിംഗ് ടുഗെദർ പങ്കാളികളായിട്ടായിരിക്കും അറിയപ്പെടുക. 1990-ലാണ് ഇവർ വിവാഹിതരായത്. 24 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് 2014-ലാണ് വേർപിരിഞ്ഞത്. 2016-ൽ കോടതി ഇവർക്ക് വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തു. പ്രിയദർശന്റെ നിരവധി സൂപ്പർഹിറ്റ് ചിത്രങ്ങളിലെ നായികയായിരുന്നു ലിസി. പ്രിയദർശന്റെ കഴിവ് തന്നെയാണ് ലിസിയുടെ മനസ്സിൽ പ്രിയദർശന് ഇടം നൽകിയത്. എന്നാൽ ദാമ്പത്യം മുന്നോട്ടു പോയി വർഷങ്ങൾക്കിപ്പുറം പ്രിയദർശന്റെ ആ കഴിവിൽ ലിസിക്ക് വിശ്വാസം നഷ്ടപ്പെടുകയായിരുന്നു. ക്രിസ്തുമത വിശ്വാസിയായ ലിസി ഹിന്ദുമതം സ്വീകരിച്ച് ലക്ഷ്മി എന്ന പേര് മാറ്റിയാണ് വിവാഹിതയായത്. തുടർന്ന് അഭിനയം ഉപേക്ഷിച്ച ലിസിക്ക് പ്രിയദർശന്റെ ചിത്രങ്ങൾ തുടർച്ചയെ പരാജയമായത് വലിയ വേദന നൽകി. തുടർന്ന് കോടതിയിൽ വിവാഹമോചന ഹർജി പരിഗണിക്കവേ അക്കാര്യം ലിസി കോടതിയിൽ തുറന്നു പറഞ്ഞു. പ്രിയദർശൻ എന്ന സംവിധായകന്റെ കാലം കഴിഞ്ഞുവെന്ന് പലരും പറയുന്നു. അത്രയും നേരം പിടിച്ചുനിന്ന പ്രിയദർശൻ പൊട്ടിക്കരഞ്ഞു പോവുകയായിരുന്നു ആ കോടതി മുറിയിൽ. കാലം കഴിഞ്ഞുപോയെന്ന് പറഞ്ഞാൽ ജഡമായെന്നാണ്. ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച ലിസി അങ്ങനെ പറഞ്ഞത് പ്രിയദർശന് വലിയ ആഘാതമായി. പിന്നെ ഒരു വാക്കുപോലും സംസാരിക്കുവാൻ പ്രിയദർശന് നാവ് പൊങ്ങിയില്ല. പിന്നീട് 4 മാസത്തോളം വലിയ ഡിപ്രഷനിലേക്കാണ് പ്രിയദർശൻ പോയത്. മരുന്നുകൾ കഴിച്ച് മുറിയടച്ച് പൊട്ടിക്കരയുകയായിരുന്നു ആ ദിവസങ്ങൾ മുഴുവൻ. ഒടുവിൽ അതിൽ നിന്നും മോചനം വേണമെന്ന് തോന്നിയപ്പോഴാണ് സിനിമകൾ വീണ്ടും കാണുകയും പുസ്തകങ്ങൾ വായിക്കുകയും പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തത്. ഒപ്പം മോഹൻലാലിൻ്റെയും 2 മക്കളുടെയും പിന്തുണയും പ്രിയദർശനൊപ്പം ഉണ്ടായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.